അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പിശാചിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്ന വചനത്തെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാവൽ തേട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ 5 ഘടകങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടി വരുമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീറുൽ കബീറിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ഈ വിഷയത്തിലെ സംസാരം പ്രധാനമായി ഒന്ന് കാവൽ തേട്ടത്തെ സംബന്ധിച്ചാണ്. എങ്ങനെയാണ് കാവൽ തേടേണ്ടത്, എന്താണ് തേടേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. രണ്ടാമത്തേത് കാവൽ തേടുന്നവനെ സംബന്ധിച്ചുള്ളതാണ്. 3 കാവൽ തേടപ്പെടുന്നവൻ. 4 ആരെ തൊട്ട് കാവൽ തേടുന്നുവോ അവൻ. 5 എന്തിനു വേണ്ടിയാണ് കാവൽ തേടുന്നത് ആ കാര്യം. എന്നിങ്ങനെ 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന് ഇമാം റാസി തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഘടകമായ കാവൽ തേട്ടം, അറബിയിൽ അൽ ഇസ്തിആദ എന്ന് പറയും, കാവൽ തേടൽ. അതാണ് അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അഭയം തേടുന്നു എന്നൊക്കെയുള്ള ഒരു പ്രയോഗം കൊണ്ടാണല്ലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാചകം തുടങ്ങുന്നത്. അപ്പൊ എന്താണ് ഈ ഇസ്തിആദത്ത്, കാവൽ തേടൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അഊദു എന്ന പദം ഔദ് എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്നതാണ്. അതിന് 2 അർത്ഥങ്ങളാണുള്ളത്. അതിലൊരർത്ഥം അൽ ഇൽത്തിജാഉ വൽ ഇസ്തിജാറത്തു എന്നാണ്. അഥവാ അഭയം പ്രാപിക്കുക, ശരണം തേടുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരർത്ഥം പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം പറയുന്നത് അൽ ഇൽത്തിസാഖ്, അഥവാ ഒട്ടിച്ചേരുക. മാംസത്തിൽ നിന്ന് ഏറ്റവും രുചികരമായത് എല്ലിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് എന്ന അർത്ഥം ലഭിക്കാൻ സാധാരണ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അത്വയബുൽ ലഹ്മി ഔദുഹു എന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഔദ് എന്ന പദത്തിൽ നിന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിലെ അഊദു എന്ന പദം നിഷ്പന്നമായത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ അർത്ഥപ്രകാരം അഊദു ബില്ലാഹി എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്കും അവൻ്റെ സംരക്ഷണത്തിലേക്കും ഞാൻ അഭയം തേടുന്നു അല്ലെങ്കിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം വരിക. രണ്ടാമത് പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ എൻ്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തോടും അനുഗ്രഹത്തോടും ഞാൻ ചേർത്തു നിർത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. കൂടാതെ ഇബ്നു കസീറും അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് അൽ ഇസ്തിആദത്തു ഹിയൽ ഇൽതിജാഉ ഇലല്ലാഹ് വൽ ഇൽതിസാഖു ബിജനാബിഹി മിൻ ശർരി കുല്ലി ദീ ശർർ വൽ ഇയാദത്തു തകൂനു ലിദഫ്ഇ ശർരി വൽ ലിയാദു യകൂനു ലിതലബി ജൽബിൽ ഖൈർ. അഥവാ ശല്യം ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ശല്യത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഒട്ടിച്ചേരലും അവനിലേക്ക് അഭയം പ്രാപിക്കലുമാണ് ഇസ്തിആദത്ത് അഥവാ കാവൽ തേട്ടം. ഇസ്തിആദത്ത് അഥവാ കാവൽ തേട്ടം എന്നുള്ളത് ശല്യങ്ങളെ തടുക്കാനുള്ളതാണ്. ലിയാദ് അഥവാ അഭയം പ്രാപിക്കുക എന്നുള്ളത് നന്മ നേടിത്തരുന്നതിനെ ആവശ്യപ്പെടാനുള്ളതാണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 2 അർത്ഥപ്രകാരവും 2നെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ എല്ലാ ശല്യങ്ങളിൽ നിന്നും അഭയം പ്രാപിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ചേർന്നു നിന്നുകൊണ്ട് ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നന്മ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇമാം ഇബ്നു കസീറിനെയും ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.